ഹായ് ഓൾ. ഹായ്. മെയ് 3-ാം തീയതി നീറ്റ് 2026 ഞങ്ങളുടെ ഒരുമിച്ചുള്ള ടാർഗറ്റ് 2026 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസുകളിലെ യൂണിറ്റ് എക്സാം ഏതാണ്ട് 10 യൂണിറ്റുകളും പൂർത്തിയാകാനായിട്ട് പോകുന്നു. അതായത് നമ്മളുടെ ഒരു റിവിഷൻ്റെ 2 ഘട്ടങ്ങൾ, ഒന്ന് തിയറി വെച്ചിട്ടുള്ളത് ഡിസംബർ മാസം കൊണ്ടും എക്സാം ബേസ്ഡ് ഫെബ്രുവരി കൊണ്ടും 2 തരത്തിലുള്ള റിവിഷനും കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ കുറച്ചൊക്കെ മാർക്കിലോട്ടും നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടി മുമ്പോട്ട് പോകേണ്ട ഒരു സമയമായിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു സർ, ഇപ്പോഴാണ് കുട്ടികൾ, പ്രത്യേകിച്ചും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ കൺസേണും അത് തന്നെയാണ്. അവർ ഈ ഒരു യൂണിറ്റ് എക്സാം എഴുതി തുടങ്ങിയപ്പോഴാണ്, അവർക്ക് വീക്കിലിയൊക്കെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ കൂടി ആദ്യമായിട്ടാണ് അവർ ഇത്രയും പരീക്ഷയുടെ ഒരു ആംബിയൻസിലിരുന്ന് അത്രയും വലിയൊരു പരീക്ഷയുടെ ചുവട് പിടിച്ചെഴുതുന്ന ഒരു പരീക്ഷ. അപ്പോൾ അവരും പറയുന്നത് ഒരുപാട് മാർക്ക് താഴെ പോകുന്നു, വീക്കിലിക്ക് 600 കിട്ടി, അല്ലെങ്കിൽ വീക്കിലിക്ക് 700 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി താഴെ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കൺസേൺസ് ഒരുപാട് കൂടുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെ നമ്മുടെ എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കാരണം വീക്കിലി എക്സാം നടക്കുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മൾ അത് ആഴ്ചയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വീണ്ടും ശനിയും ഞായറും നമ്മൾ പഠിച്ചിട്ടാണ് ഒരു വീക്കിലി എക്സാം എഴുതുന്നത്. പക്ഷേ നമ്മളൊരു യൂണിറ്റിലോട്ട് കിടക്കുമ്പോഴേക്കും നമുക്ക് 6 മുതൽ 8 ചാപ്റ്ററുകൾ വരെയുണ്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് 3 ദിവസമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാം ഹാളിൻ്റെ ആംബിയൻസിൽ തന്നെ ആണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതി അനുസരിച്ച് ജനുവരി ഫെബ്രുവരിയിൽ മാർക്കിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും. പ്രത്യേകിച്ചും റിപ്പീറ്റേഴ്സിനൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കഴിഞ്ഞ ജൂണിൽ തന്നെ നമ്മളത് പറഞ്ഞ കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ മാർക്കുകൾക്കൊക്കെ അപ്പുറത്ത് നിങ്ങളെ ഇപ്പം +2 എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ +2വിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും നമ്മളുടെ 2 രീതിയിലുള്ള നമ്മളുടെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠിത്തവും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോജിക് വൈസിട്ടുള്ള പഠിത്തത്തിനെയൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏറ്റവും അവസാനം മാർച്ച് ഏപ്രിലോട്ട് നമ്മൾ കടക്കുകയാണ് അല്ലേ? ഇപ്പോൾ എന്തൊക്കെയാണ് ഇനി യൂണിറ്റ് വൈസ് എക്സാം കമ്പൈൻഡ് യൂണിറ്റിലോട്ട് വരുന്നു, എന്താണ് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം പറയേണ്ടത്, ഇപ്പോൾ ഈ പറയുന്ന പോലെ എറേഴ്സ് ഒത്തിരി ഉണ്ടാവാം, ഒത്തിരി ഫ്ലക്ച്വേഷൻസ് വന്നു. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, കറക്ഷൻ ബുക്കിലെ പേജുകളുടെ എണ്ണം ഭയങ്കരമാണ്, കറക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പലരും സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. കറക്ഷൻ ബുക്കിലെ പേജുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ്സ് മാർക്കുള്ള, അല്ലാതെ തന്നെ കോൺസെപ്റ്റ് മറന്നുപോയത്, സ്റ്റേറ്റ്മെന്റ് വിട്ടുപോയത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കറക്ഷൻ വരുന്നു എന്നാണ് പൊതുവേ ഉള്ളൊരു പരാതി. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 70% തൊട്ട് 80% തെറ്റുകളും ഒരു 20% ശരികളും മാത്രമേ ഈ ഒരു ആദ്യ ഫേസിൽ ഉണ്ടാകൂ. അങ്ങനെ തന്നെ വേണം. കാരണം എങ്കിലേ നമുക്ക് അത്രയും തെറ്റുകൾ വന്നാലേ എന്തൊക്കെയാണ് നമ്മുടെ തെറ്റുകളെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ യൂണിറ്റ് എഴുതിയപ്പോൾ 70 തൊട്ട് 80% വരെ തെറ്റുകളും ഒരു 20% ശരികളും ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ എത്തുമ്പോഴേക്കും 50-50 വരണം. അതായത് നിങ്ങളുടെ ശരികൾ 50%വും തെറ്റുകൾ 50%വുമായി മാറണം. ഇത് സബ്ജക്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന കാര്യത്തിലായാലും, നിങ്ങൾ ആംബിയൻസിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആംബിയൻസുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇഴുകിച്ചേരുന്നത് എന്നുള്ള കാര്യത്തിലും, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ എങ്ങനെയാണ് എക്സാം ഹാളിൽ കീപ്പ് ചെയ്യുന്നു, ഇതെല്ലാത്തിലും നിങ്ങൾ ഈ ഒരു 50-50 കോമ്പിനേഷനിൽ കീപ്പ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നീറ്റ് മോഡലിലേക്ക് കടക്കുമ്പോൾ ഈ 50-50 എന്നുള്ളത് ഒരു 70-80% ശരികളും ഒരു 10-20% തെറ്റുകളിലുമായിട്ടത് ചുരുങ്ങണം. അതായത് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ട്രാറ്റജി എന്താണോ അതിന്റെ ശരിക്കും ഒരു വൈസ് വേഴ്സ ആയിരിക്കണം നിങ്ങൾ റിഹേഴ്സൽ എഴുതി തുടങ്ങുമ്പോൾ, നീറ്റ് മോഡൽ എഴുതി തുടങ്ങുമ്പോൾ. ഇനി ഫൈനലി വന്നിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തെത്തുമ്പോൾ, അതായത് റിഹേഴ്സൽ മോഡലിൻ്റെ ഒക്കെ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ തെറ്റുകൾ 10-0% ശരിക്കും പറഞ്ഞാൽ 0 ആയിട്ട് മാറുകയും നിങ്ങളുടെ ശരികൾ 100% ആയിട്ട് മാറുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നീറ്റ് പരീക്ഷയുടെ ആ ഒരു സമയത്ത്, റിഹേഴ്സൽ മോഡലിൻ്റെ സമയത്ത് 70% തൊട്ട് 80% തെറ്റുകൾ വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ സിംഗിൾ യൂണിറ്റിൻ്റെ സമയത്ത് തെറ്റുകൾ വന്നോട്ടെ. ഓരോ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഇതല്ലായിരുന്നു അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി, ഓരോ ഓപ്ഷനുകളെയും ഞാൻ ചിന്തിച്ചത് തെറ്റാണ്, ഇങ്ങനെ അല്ല അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഫോർമുല അറിയാം, കാൽക്കുലേഷനും അറിയാം, പക്ഷെ സമയമെടുക്കുന്നു. ഇതും വലിയൊരു പ്രശ്നമാണ്. ഈ സമയം എടുക്കുന്ന കാര്യവും നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ, നമുക്കിപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് ആണെങ്കിൽ അടുത്തൊരു കോമ്പിനേഷൻ വരുമ്പോൾ അത് 2 മിനിറ്റ് ആക്കിയും 1 മിനിറ്റ് ആക്കിയും ചുരുക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. ഇവിടെ നിങ്ങൾ എത്ര തെറ്റുകൾ വന്നാലും, ചിലപ്പോൾ 90% തെറ്റുകളായിക്കോട്ടെ, സാരമില്ല, പക്ഷേ ഈ വരുന്ന തെറ്റുകളൊന്നും തന്നെ കമ്പൈൻഡിൽ ഞങ്ങൾ ആവർത്തിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്.
തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇപ്പം ഈ ഓരോ നമ്മുടെ റിവിഷനെ കുറിച്ചും നമ്മുടെ 10 യൂണിറ്റുകളെ നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ, കാരണം ഈ നമ്മുടെ പഠിത്തത്തിനൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളെയും ടീച്ചർ പറഞ്ഞു. എല്ലാ കാര്യത്തിലെയുമാണ് തെറ്റിൻ്റെയും ശരിയുടെയും ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞത്. അതുതന്നെയാണ് നമ്മൾ വീണ്ടും ഇനി കമ്പൈൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോഴേക്കും നമ്മളുടെ സ്പീഡ്, കാരണം നമ്മൾ ഓവർ സ്പീഡും ആകാൻ പാടില്ല. ഇപ്പോൾ ഒരു പേരൻറ്റ് പറഞ്ഞതുപോലെ, സാറേ ഇനി ഒരു എപ്പിസോഡിൽ പറയുമ്പം അവൾക്ക് ബയോളജി അവൾ ഭയങ്കര ഓവർ സ്പീഡാണ്. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇത് ഭയങ്കര ഓവർ സ്പീഡാണ്. ഇതാണ് അവൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. ബയോളജിയാണ് അറിയാവുന്ന. ഒരു 330 to 350 വരെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മേടിക്കാറും ഉണ്ട്. പക്ഷേ ഇപ്പോൾ 280 പോരുന്നത് കാരണം ഈ ഓവർ സ്പീഡാണ്. കാരണം ബാക്കി 2 സബ്ജക്റ്റ് എഴുതണം എന്നുള്ള ടെൻഷൻ ഇത് ചെയ്യും. അവിടെ ചെല്ലുമ്പം അതിനാവശ്യത്തിന് സമയം എടുക്കും, പക്ഷേ അതിന് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് മാർക്കോട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നില്ല. അപ്പം ഈ സ്പീഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഓവർ സ്പീഡിനെ കുറച്ചിട്ട് ഓരോ ക്വസ്റ്റിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്പീഡിലോട്ട് എത്താനും അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമ്മൾ നോക്കണം. കാരണം ഇപ്പോൾ JEE-ൻ്റെ ഒരു എക്സാം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. അതിനകത്തൊക്കെ ഉള്ള കാര്യം എന്താ, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഈവൻ മാത്തമാറ്റിക്സ് നമ്മൾ നോക്കണ്ട. ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ആണെങ്കിലും ആ 10 സെറ്റിനകത്തും എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് നമ്മൾ ആൻസറിലോട്ട് എത്താൻ പറ്റും. പക്ഷേ ടൈം കൺസ്യൂമിങ് അവിടെയാണ് നമുക്ക് ഈ മുമ്പേ പറഞ്ഞ ആ ഒരു ലോജിക്, നമ്മൾ ടൈമിൽ നിന്നുകൊണ്ട് ആൻസറിലോട്ട് എത്താനുള്ളൊരു പ്രാക്ടീസ്. കാരണം 2025 നമുക്ക് മുമ്പിലുണ്ട്. കാരണം ബയോളജി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 1 മണിക്കൂറിൽ അപ്പുറത്തേക്ക് നമ്മുടെ സമയം പോയി. വീണ്ടും കെമിസ്ട്രി വന്നപ്പോൾ അത് കൺസെപ്റ്റ് ഓറിയൻ്റഡ് ആയിരുന്നു. അവിടെ നമ്മുടെ സമയം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എക്സാം ഏത് രീതിയിലും നമുക്ക് പ്രതീക്ഷിക്കാം. 23 പോലെ മോഡറേറ്റ് ആവാം, 24 പോലെ സിമ്പിൾ ആവാം, 25 വരെ ടഫ് ആവാം. ഏത് വന്നാലും നമുക്ക് ആ പരീക്ഷയ്ക്കനുസരിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈമിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതും ഈ ഒരു സമയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കാരണം കുട്ടികൾ വരുമ്പോൾ അവർ പറയുന്നത്, മിസ് എനിക്ക് ബയോളജി 45 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞ് വന്നപ്പോഴും ഞാൻ ചോദിച്ചു, അതെന്തിനാ ബയോളജി 45 മിനിറ്റ് ചെയ്ത് തീർക്കുന്നത്? അല്ല 45 മിനിറ്റ് ചെയ്ത് തീർക്കണം എന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ, അതെന്താ മോളെ അങ്ങനെ? അല്ല മിസ്സേ 45 മിനിറ്റ് ചെയ്ത് തീർത്താലേ എനിക്ക് ഫിസിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ ബയോളജി അപ്പോൾ എത്ര ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യുന്നത്? അത് 90 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു 90 ക്വസ്റ്റ്യൻ 45 മിനിറ്റിൽ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും 30 സെക്കൻഡല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? അതാ മിസ്സേ എനിക്ക് 40 തെറ്റുകൾ 40 നെഗറ്റീവ് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇത് ചോദിച്ചെങ്കിലും ഞാൻ ഒത്തിരി നേരം ആ കുട്ടിയോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ 40 തെറ്റുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ മനസ്സിൽ ഞാൻ ബയോളജി സാറ് പറഞ്ഞ പോലെ ബയോളജി ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷനിൽ 45 മിനിറ്റിൽ എനിക്ക് ചെയ്തിട്ട് ഞാൻ ആ സമയം കൂടെ ഫിസിക്സിന് കൊടുക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അവിടെയാണ് 2025 വലിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ബയോളജി എന്ന് പറയുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എഴുതി പോകുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് വായിക്കാൻ നമ്മൾ സമയമെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് ഒന്നുകൂടെ ചിന്തിക്കാൻ സമയമെടുക്കുന്നു. പിന്നെ നമുക്ക് ഇത് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നു. മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ടൈം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എഴുതിയാലും 4 മാർക്ക് കിട്ടും, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എഴുതിയാലും 4 മാർക്ക്. 180 ക്വസ്റ്റ്യനിൽ ഏത് സബ്ജക്ട് ചെയ്താലും 4 മാർക്കാണ്. അപ്പോൾ അതിന് അങ്ങനെ ഇപ്പോൾ നിങ്ങൾ 25 മിനിറ്റ് എടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ 25 മാർക്ക് കിട്ടുമായിരുന്നെങ്കിൽ ശരി, അത്രയും പ്രയോറിറ്റി ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞ് ഫിസിക്സിനെ കുറച്ച് കാണാനോ കെമിസ്ട്രിയെ കുറച്ച് കാണാനോ അല്ല, മറിച്ച് നിങ്ങൾ ബയോളജിയെ ഞാൻ ഇത്രയും സമയം കൊണ്ട് ചെയ്തിട്ട് ആ സമയം കൂടെ ഫിസിക്സിന് കൊടുക്കാം എന്ന് വിചാരിക്കരുത്. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബയോളജി ചെയ്യുമ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്ര? നമുക്കറിയാം 72. അപ്പോൾ ആ 72 എഴുതാൻ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന 3 സെക്കൻഡ് ആയിരിക്കും. ആലോചിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അപ്പോൾ ആ 3 സെക്കൻഡ് നമ്മൾ എടുത്താൽ ബാക്കി 57 സെക്കൻഡ്സ് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടും. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ. അല്ലാതെ ഞാനിത് കൃത്യം 45 സെക്കൻഡിൽ അല്ലെങ്കിൽ 45 മിനിറ്റിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയും സമയം കൊണ്ട് തീർക്കും എന്ന് വിചാരിച്ച് ഒരു ക്വസ്റ്റിനെയും അപ്രോച്ച് ചെയ്യേണ്ട. അത് ഫിസിക്സ് ആയാലും അപ്രോച്ച് ചെയ്യേണ്ട, കെമിസ്ട്രി ആയാലും അപ്രോച്ച് ചെയ്യേണ്ട. അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാൻ. ചില സമയത്ത് ചിലപ്പോൾ ബയോളജി സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഫിസിക്സ് ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 45 സെക്കൻഡ്സിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ കാണും. പക്ഷെ ഫിസിക്സ് ഞാൻ എന്തായാലും 3 മിനിറ്റ് എടുത്തേ ചെയ്യൂ. പക്ഷെ ബയോളജി ഞാനൊരു 30 സെക്കൻഡ് ചെയ്യും എന്നുള്ള വാശിയല്ല, നമ്മുടെ ഒരു ചിന്ത അങ്ങനെയാണ്. ആ ഒരു തെറ്റായ ചിന്തയെ ഇപ്പോഴേ തന്നെ അങ്ങ് മാറ്റി വെച്ചിട്ട് എല്ലാ സബ്ജക്റ്റിനും എല്ലാ ചാപ്റ്ററിനും എല്ലാ ക്വസ്റ്റിനും ഒരേ വെയിറ്റേജ് ആണെന്ന് മനസ്സിലാക്കി ഓരോന്നിനും കൊടുക്കേണ്ട വെയിറ്റേജ്. ഇപ്പോൾ ഫിസിക്സ് തന്നെ ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ 25 സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ, ആയിക്കോട്ടെ. അവിടെ നിങ്ങൾ അറിയാതെ തന്നെ മാറ്റപ്പെടുന്ന സമയം എടുത്ത് നിങ്ങൾ
കെമിസ്ട്രിയിലോ ബയോളജിയിലോ കൊടുത്തോ, തിരിച്ച് അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന സമയമെടുത്ത് നിങ്ങൾ കൊടുത്തു. പക്ഷെ അതിനു വേണ്ടി വേറൊരു സബ്ജക്റ്റിന് കൊടുക്കാൻ വേണ്ടി ഇന്റൻഷണൽ ആയിട്ട് പർപ്പസ്ഫുള്ളി നമ്മൾ ഒരു സബ്ജക്റ്റിനെയും മാറ്റി വെച്ചുകൊണ്ട് പരീക്ഷ എഴുതരുത്. അത് വളരെ തെറ്റായ ഒരു അപ്രോച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സംസാരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കുറേ കുട്ടികളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യങ്ങളാണ്. അവർ വന്ന നെഗറ്റീവ് ബയോളജിക്ക് നെഗറ്റീവ് അടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ ഹ്യൂജ് നെഗറ്റീവ്സ് ആണ് പറയുന്നത്. അപ്പോൾ സമയം ചോദിക്കുമ്പോഴാണ് അല്ല മിസ്സേ 45 മിനിറ്റ് കൊണ്ട് അത് ചെയ്യണ്ടേ, അതെങ്ങനെ അങ്ങ് മനസ്സിലിരിക്കുവാണ്, അത്രയും ഷോർട്ട് ടൈമിൽ തന്നെ ഞാനത് ചെയ്ത് തീർക്കണം. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, അപ്പോൾ ഇത് ചെയ്താൽ എന്താ, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഫിസിക്സ് ചെയ്യും. അപ്പോൾ ആ സമയം ബയോളജിയിൽ നിന്ന് എടുത്ത് ഫിസിക്സിന് കൊടുത്തില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും എന്നാണ് ആൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് 40 മാർക്ക് കുറയാന്ന് പറഞ്ഞാൽ നമ്മൾ നേടി വെച്ചിരിക്കുന്നതിൽ നിന്നാണ് 40 പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അത് തന്നെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ചും. കാരണം ഏത് ലെവൽ എക്സാം ആണെന്നുള്ളത് നമുക്കൊരു ആദ്യത്തെ ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആദ്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റിനോട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കണം ഇത് ഏത് ലെവലുള്ളതായിരിക്കും. കാരണം 2024 വരെ ആണെങ്കിൽ അല്ലെങ്കിൽ 24 കഴിഞ്ഞ സമയം വരെ ആണെങ്കിൽ നമുക്കറിയാം ഒരു എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ കിട്ടണമെങ്കിൽ 700 മാർക്കിൽ കൂടുതൽ വേണം. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജ് വേണമെങ്കിൽ 650 കൂടുതൽ വേണം, അല്ലെങ്കിൽ 600 മുകളിൽ വേണം. സെൽഫ് ഫിനാൻസിങ് ആണ് 500 വേണം. പക്ഷേ 2025 വന്നപ്പോഴത്തേക്കും ആ ധാരണയൊക്കെ മാറി. മാർക്ക് എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമല്ല. പക്ഷേ അതിനപ്പുറത്ത് ആ ക്വസ്റ്റ്യൻ ഏത് തരത്തിൽ ഡിഫിക്കൽട്ടി ഉള്ളതാണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുന്നു, അതിൻ്റെ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയണം ഇതെങ്ങനെയായിരിക്കണം ഇത് കടന്നു പോകുന്നത്, എനിക്ക് ടൈം കൂടുതൽ എടുക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ ആ സബ്ജക്റ്റോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസോ ഒന്ന് സ്കിപ്പ് ചെയ്യാനും കൂടെ പഠിക്കണം. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ള കമ്പൈൻഡ് യൂണിറ്റിൽ നാം വരുത്തേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. തീർച്ചയായിട്ടും സർ, ഈ സ്കിപ്പിംഗ് എന്ന് പറയുന്നിടത്തും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും അത് ഈ റിപ്പീറ്റേഴ്സ് കുഞ്ഞുങ്ങളാണ്. അവർ ആദ്യമായിട്ടാവുമ്പോൾ അവരുടെ വിചാരം ചെയ്താൽ കിട്ടുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കിട്ടുമല്ലോ എന്ന് കരുതി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി, സ്കിപ്പ് ചെയ്യാൻ പേടിയാണ് അവർക്ക്. കാരണം എനിക്ക് അറിയാമെന്നുള്ള 4 മാർക്ക് ഞാൻ കളയുകയല്ലേ മിസ് എന്നാണ്. അത് തന്നെയാണ് ഞാൻ ജെയിമിൻ്റെ കാര്യം പറഞ്ഞത്. ജെയിമിൻ്റെ 10 സെറ്റ് ക്വസ്റ്റിനകത്തെയും ഫിസിൻ്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ, എല്ലാത്തിനും ആൻസർ കിട്ടും. കാരണം പക്ഷേ സമയം 1 മിനിറ്റും 2 മിനിറ്റും 3 മിനിറ്റും നമ്മൾ എടുക്കും അറിയാതെ. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല. കാരണം അപ്പുറത്ത് നമുക്ക് അറിയാവുന്ന 40-50 ക്വസ്റ്റ്യൻസ് വേറെ കിടക്കുന്നു അടുത്ത സബ്ജക്റ്റിൽ. അപ്പം അവിടെ നമ്മൾ ടൈം മാനേജ് ചെയ്യാനും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലെവലാണോ അതിനനുസരിച്ചുള്ള മാർക്കിംഗ് സ്കീമിലോട്ട് എത്താനായിട്ടുള്ളതും ഒക്കെയാണ് നമ്മൾ ഇനി ഈ വരുന്ന സമയങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും സാർ, സ്കിപ്പിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സാറേ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവർക്ക് റൗണ്ട് വൈസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം റൗണ്ട് വൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ 100% അറിയാം. അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഓവറോൾ 180 ചോദ്യങ്ങളുടെയും ഒരു ധാരണ അവനവന് കിട്ടും. ഇത് എത്രത്തോളം ടൈം കൺസ്യൂമർ ആണെന്നുള്ളത് തിരിച്ചറിയാം. മാത്രമല്ല ചിലപ്പോൾ ഇപ്പം ആദ്യത്തെ ഫിസിക്സ് ടഫ് ആണെങ്കിൽ ചിലപ്പോൾ ബയോളജി എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇത് ഇച്ചിരി ടഫ് ആയാലും മറ്റേതിൽ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാം തന്നെ ഒരു റൗണ്ട് വൈസ് തന്നെ ആയിരിക്കണം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതെ, അത് തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് 100% എനിക്കത് അറിയാം, ഒരു സംശയവും ഇല്ല. ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 30 സെക്കൻഡ്സിനകത്ത്, സത്യം പറഞ്ഞാൽ 1 മിനിറ്റ് പോലും വേണ്ട, ഒരു 30 സെക്കൻഡ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ മാത്രം ഫസ്റ്റ് റൗണ്ടിൽ അറ്റൻഡ് ചെയ്ത് പോവുക. സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ എല്ലാ സബ്ജക്റ്റിലൂടെയും കടന്നു പോകുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫിസിക്സ് ഒരു നിലവാരം ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ലെവൽ കീപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബയോളജിയോ കെമിസ്ട്രിയോ കുറവായിരിക്കാം. അപ്പൊ അതിലേക്ക് നമ്മൾ കടന്നെത്തുക. എന്ത് വന്നാലും 45 ക്വസ്റ്റിനകത്ത് ഒരു 20 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ക്വസ്റ്റ്യനുകൾ കാണണം. അപ്പോൾ സെക്കൻഡ് റൗണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഒരു മാർക്ക് ചെയ്ത്, കാരണം വീണ്ടും അത് മുഴുവൻ വായിക്കുമ്പോൾ സമയം പോവില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് റൗണ്ട് വായിക്കുമ്പോൾ തന്നെ അവിടെ സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് എനിക്ക് എപ്പോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമയം എടുക്കുന്നു. അപ്പോൾ ഒത്തിരി ലെങ്തി ആയിട്ട് ഒട്ടും ഉറപ്പില്ലാത്തത് ഒരു 3ാമത്തെ റൗണ്ടിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 50-50 എലിമിനേഷനിലൂടെയൊക്കെ കിട്ടും, ഓക്കെ ആണെന്നുള്ളത് സെക്കൻഡ് റൗണ്ടിലേക്കും. തേർഡ് റൗണ്ട് ആകുമ്പോൾ ഒട്ടും എനിക്കില്ല, ഞാനൊന്ന് ഒരു ചാൻസ് എടുക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത്. അങ്ങനെ റൗണ്ട് വൈസ് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾ കാണും. ആ ക്വസ്റ്റ്യന്റെ ടഫ്നെസ് നമുക്ക് മനസ്സിലാക്കും. ഏറ്റവും പ്രധാനം 180 ചോദ്യങ്ങൾ നമ്മൾ കാണുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞൊരു ഇപ്പോൾ 2024 ഉൾപ്പെടെ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അവസാനം എടുക്കുന്ന സബ്ജക്റ്റിൽ എനിക്കൊരു 10 കൂടുതൽ അറിയാമായിരുന്നു, സമയം കിട്ടിയില്ല എന്നുള്ളൊരു പല്ലവി നമുക്ക് ഒഴിവാക്കാം. ആദ്യത്തെ റൗണ്ടിൽ
നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് കാണാവുന്നതും രണ്ടാമത്തെ നമ്മുടെ നോട്ടത്തിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ട ഒന്ന് ചെയ്ത് നോക്കി ആൻസർ കിട്ടുന്നതും മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഒരു ടൈം മാനേജ്മെൻറ്റിൽ അത് വളരെ എഫക്റ്റീവ് ആവും നമുക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സാർ. അതുപോലെ വേറെയും ഒരു കാര്യമുണ്ട് സാർ, ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വായന എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇച്ചിരി സ്ട്രെസ് ഉണ്ടാവും. ആദ്യത്തേനകത്ത് അപ്പം ഫസ്റ്റ് റൗണ്ട് വായന എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഫസ്റ്റ് റൗണ്ട് വായനയിൽ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് അയ്യോ ഇതെനിക്ക് അറിയില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് പോലും കാരണം സെക്കൻഡ് റൗണ്ട് വായന വരുമ്പോഴേക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി ആ ആംബിയൻസുമായിട്ടോ അല്ലെങ്കിൽ ആ എക്സാമിനറുമായിട്ടോ ആ സിസ്റ്റവുമായിട്ടൊക്കെ നമ്മളൊന്ന് നമ്മുടെ ബീറ്റൊക്കെ ഒന്ന് താന്ന് നമ്മുടെ പ്രഷറൊക്കെ ഒന്ന് നോർമലായി നമ്മളൊന്ന് ആ സിസ്റ്റമായിട്ടൊന്ന് അക്ലിമറ്റൈസ്ഡ് ആയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടി ആണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒറ്റ റൗണ്ടിൽ എല്ലാം കൂടെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ വായന എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ സ്ട്രെസ്സിനെയും ആ എക്സാം ഹാളിനെയും ഒക്കെ ബാധിക്കും. അതാണ് നമ്മൾ ഈ പലപ്പോഴും ആദ്യം വായിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാനൊരു ഡിഫിക്കൽട്ടി. എത്ര സിമ്പിൾ ആയാലും ചിലപ്പം നമ്മളിത് ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം എത്രയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഇത്രയും വലിയൊരു എക്സാം ആണെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരിലും നമ്മൾ അറിയാതെ കുറച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വരും. അതിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും 100% ആക്യുറസി ഉള്ള 100% എനിക്ക് അറിയാമെന്നുള്ളത് ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഒന്ന് കൂടും. നമ്മൾ ആ സിസ്റ്റവുമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇഴുകി വരും. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പല ക്വസ്റ്റ്യനുകളും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും ഓവറോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് പല ഐഡിയകളും മറ്റു പല ക്വസ്റ്റ്യനുകളും കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇന്റർ കണക്ട് ചെയ്ത ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ടോ എന്ന് പോലും പലരും പറയുന്ന അതാണ്. ഞാൻ അപ്പോഴപ്പോഴും മാർക്ക് ചെയ്താൽ ഇന്റർ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എവിടെയൊക്കെ കണക്ഷൻ ഉണ്ട് എന്തൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഒരു കണക്ഷന്റെ ആവശ്യമില്ലാതെ തന്നെ എഴുതാൻ പറ്റും. പക്ഷെ അതല്ല ചിലപ്പം ഇതിന്റെ ഒരു ആൻസർ ഓപ്ഷൻ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിലൂടെ കയറി വരുന്നെങ്കിൽ പോലും നിങ്ങൾ ഈ റൗണ്ട് വൈസ് ആയിട്ടുള്ള ചെയ്യലെന്ന് പറയുന്നത് ഭയങ്കര സയന്റിഫിക് ആൻഡ് അപ്രോപ്രിയേറ്റ് ആണ്. തീർച്ചയായിട്ടും അതിനകത്ത് അവിടെയാണ് നമ്മൾ ഈ സ്കിപ്പ് ചെയ്യാനുള്ള ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ നമ്പറിനെ കുറിച്ച് നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് ചെയ്തതെന്നുള്ളതും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് OMRൽ അതേ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി തീർച്ചയായിട്ടും അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, പല സബ്ജക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്പർ എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഇന്ന ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കണം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കണം നമ്മൾ അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പം അവിടെ നമുക്ക് തോന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് 2ലും റൗണ്ട് 3ലും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് OMRലോട്ട് ചെയ്യാമല്ലോ എന്ന് തോന്നുന്നതും അത്ര നല്ലൊരു ശീലമാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ടാവില്ല അല്ലേ. അതും നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. അങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഏറ്റവും അവസാനം ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ എടുത്തെഴുതുന്നതിൽ ഒരു ചെറിയൊരു പിഴക് വന്നാൽ പോലും അത് തീർച്ചയായിട്ടും നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ലാഭം ഉണ്ടെന്ന് വേണം വിചാരിക്കാം. പക്ഷെ അതിനേക്കാളും അപകടം ഉണ്ടാകാനുള്ള സാധ്യത 90% അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ അപ്പൊ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതി. അത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരിക്കണം. കാരണം ഇതിന് മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ ഈ റൗണ്ട് വൈസ് ചെയ്യുമ്പോൾ ഒരു ഗുണം അതും കൂടിയാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 100% ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ അപ്പം ധാരണ ഉണ്ടാകുമ്പോൾ വേറെയും ഒരു ഗുണം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇന്റർ കണക്റ്റഡ് ആണെങ്കിൽ അത് രണ്ടും കണ്ടു, അപ്പോൾ ഒന്ന് മറിച്ച് നോക്കി ഓക്കെ ഇതിന്റെ ഇതല്ലേ അവിടെ എന്ന് ചോദിച്ച് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് മറിച്ച് നോക്കാനുള്ള അവസരവും അവിടെ കിട്ടും. അപ്പോൾ എനിക്കും തോന്നുന്നു സർ 100% ഈ പറയുന്നില്ല ചെയ്യുന്നത് അപ്പം തന്നെ OMRൽ മാർക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. എപ്പോഴും തീർച്ചയായിട്ടും. കാരണം അതാണ് എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിനി നമുക്ക് പല പല ലക്ഷ്യങ്ങളാണല്ലോ ഉള്ളത്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയൊരു നേട്ടത്തിലോട്ടാണ് നമ്മൾ നീറ്റ് എക്സാമിലൂടെ നമ്മുടെ എത്താൻ പോകുന്നത്. നമ്മൾ അത്രയധികം ആഗ്രഹിച്ച ഒരു കോഴ്സ് ഒരു കോളേജിലോട്ടാണ് നമ്മൾ പ്രവേശനം നേടേണ്ടത്. അപ്പം നമ്മളെടുക്കുന്ന വർക്ക് ലോഡും അതനുസരിച്ച് വളരെ ശ്രദ്ധയോടും വളരെ കൃത്യതയോടും കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ആ ഒരു മേഖലയിലോട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ നമ്മുടെ പരീക്ഷയ്ക്കും ഓരോ പരീക്ഷകൾക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ടാർഗറ്റിലോട്ടൊക്കെ വേണമെങ്കിൽ അവൻ്റെ മാർക്ക് എന്ന് പറയുന്നതിലോട്ടൊക്കെ വേണമെന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഒരു യൂണിറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ആ യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സ് എനിക്ക് എത്രത്തോളം എൻ്റെ കയ്യിലുണ്ട്, എത്രത്തോളം ഞാൻ ഇനി കുറച്ച് റിഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എത്രത്തോളം ഏറ്റവും ബേസിക് ലെവലിൽ ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഓരോ ചാപ്റ്ററിലും എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കുറവുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ കാരണം വീക്കിലി എഴുതിയപ്പോൾ നമ്മൾ വെറും ഒന്നും അറിയാതെയാണ് എഴുതിയത്. പക്ഷേ ഇപ്പോൾ യൂണിറ്റ് എക്സാംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഉണ്ട്, അതെടുത്ത് ഒന്ന് മുന്നിൽ
വെച്ചിട്ട് ഏത് ചാപ്റ്റർ ഏത് യൂണിറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ കോമ്പിനേഷനുള്ള ഒരു പ്രിപ്പറേഷൻസ് പോകേണ്ടത്. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തത് തിയറി എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്തതിൻ്റെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ NCERT വായിക്കാൻ വിട്ടുപോയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നുപോയി. അപ്പോൾ ആ ചാപ്റ്റർ എത്തുമ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടെ NCERTക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് എടുത്തു വെച്ച് ആ ഒരു യൂണിറ്റ് വൈസ് എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിലുണ്ടെങ്കിൽ അതും ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ കോമ്പിനേഷന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചില യൂണിറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ആയിരുന്നു ഡിഫിക്കൽട്ട് എങ്കിൽ വേറെ ചില യൂണിറ്റ് വന്നപ്പോൾ ബയോളജി ആയിരിക്കും ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ചാപ്റ്ററിന് ഇനി പ്രയോറിറ്റി കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ യൂണിറ്റ് എക്സാമിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നിങ്ങളുടെ റാങ്ക് എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെ ഒന്ന് വിശകലനം ചെയ്ത് നമ്മൾ ഇതുവരെ പറഞ്ഞത് അങ്ങനെ ഒരു കമ്പാരിസണോ മാർക്കോ ഒന്നും നോക്കരുതെന്നാണ്. പക്ഷെ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ തന്നെ അറിയണം എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ കുറവുകൾ, ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. കാരണം ഇനി നമുക്ക് വലിയ ഇനിയും കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയാനില്ല. അപ്പം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചെയ്ത് അതിൻ്റെ എറർ ഫ്രീ ആക്കി മുന്നോട്ട് വരിക എന്നുള്ളതാണ് കോമ്പിനേഷനിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഈ നമുക്ക് ഇപ്പം 700 അല്ലെ 700 പ്ലസിലോട്ടൊക്കെ നോക്കേണ്ടവരുണ്ട്. അതുപോലെ തന്നെ 650+ നോക്കേണ്ടവരുണ്ട്, 600+ നോക്കേണ്ടവരുണ്ട്, 500+ നോക്കേണ്ടവരുണ്ട്. റിസർവേഷനൊക്കെ അനുസരിച്ച് തന്നെ ധാരാളം സീറ്റുകളൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ മേഖലയിലോട്ടും നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിലോട്ട് കയറി നിൽക്കാൻ ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യപ്പെടണം, കൂടുതലും ക്വസ്റ്റ്യനിലോട്ടുള്ള കൂടുതൽ കടക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ ഡിസംബർ വരെ തിയറി എന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ലെങ്കിൽ കൂടി ഇനിയുള്ള സമയം നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഇല്ല. കാരണം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ചാപ്റ്ററിന് കിട്ടുന്ന പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം. അത് കിട്ടാനായിട്ട് ഇപ്പൊ ഞാൻ 100 ക്വസ്റ്റ്യൻസ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ക്വസ്റ്റ്യൻസ് എത്രയാണോ, അല്ലെങ്കിൽ ഞാൻ 1000 ക്വസ്റ്റ്യൻസ് ചെയ്താൽ എത്രയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ. മാത്രമല്ല വീട്ടിലിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ടൈം വെച്ച് തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ വീട്ടിലിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. 10 ക്വസ്റ്റ്യൻ ചെയ്താൽ 100 മണിക്കൂർ എടുത്തു എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ 100 മിനിറ്റ് എടുത്തു എന്ന് പറയുന്നിടത്ത്, അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല. അത് അവിടെ നമുക്ക് പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് 1 മിനിറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റണം. അതിനുള്ള ഷോർട്ട് കട്ടുകളിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ക്വിക്ക് തിങ്കിങ്, ആ സമയത്ത് നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് അറിയാമായിരിക്കാം, ഓക്കെ ഒരു കോൺസെപ്റ്റ് അറിയാം, പക്ഷെ അത് ഞാൻ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സമയമെടുത്ത് ആ കോൺസെപ്റ്റിലേക്ക് വരുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് അത്ര യൂസ്ഫുൾ അല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്താണെന്ന് ഏറ്റവും വേഗത്തിൽ ഓടി വരണം. ഈ ഓടി വരണം എന്നുണ്ടെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് സ്കില്ലാണ്. അതിന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു, കൂടുതലായിട്ട് നമ്മൾ ചെയ്തതിനേക്കാളും കൂടുതലായിട്ടുള്ള ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ കിടക്കേണ്ട ഒരു വളരെ സമയവും ഇപ്പോൾ എത്തിയിരിക്കും. നമുക്ക് ബയോളജിയിലോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു 360 തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയം മാർച്ച് മാസത്തിലൊക്കെ ബയോളജിയുടെ NCERT ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 10 ടൈംസ് എങ്കിലും നമ്മളുടെ കുട്ടികൾ വായിച്ചിട്ടുണ്ടാവും. അതിനേക്കാൾ ഒരു 25,000 ക്വസ്റ്റ്യനിലൂടെയെങ്കിലും അവർ കടന്നു പോയിട്ടും ഉണ്ടാകും. ഇനിയുള്ള ഈ മാർച്ച് മാസത്തിലെ ബയോളജി NCERT ബുക്കിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം ഞാനിപ്പോൾ വരുന്ന കുട്ടികളോട് മെജോറിറ്റിയും പറയുന്നത്, കാരണം ഒരുപാട് കുട്ടികൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും NCERT വായിക്കണം, വേർഡ് ബൈ വേർഡ് വായിക്കണം എന്ന് പറയുമ്പോൾ പല കുട്ടികളും വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ടാണ്. അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മിസ്സേ ഞാൻ NCERT 5 പ്രാവശ്യം വായിച്ചു ഈ ചാപ്റ്റർ, പക്ഷേ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര കുറവാണ് മാർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു 5 പ്രാവശ്യം വായിച്ച ഒരു ചാപ്റ്റർ എങ്ങനെയാണ്? അപ്പോൾ ഞാനിത് ഒരുപാട് കുട്ടികളെ പല രീതിയിൽ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി, നമ്മൾ വായന എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പാസീവ് റീഡിങ് അതിനകത്തുണ്ട്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് വായിച്ചു പോകുന്നു, പക്ഷേ ബ്രെയിൻ അതിൻ്റെ എത്രത്തോളം കാര്യങ്ങൾ അത് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആലോചിക്കേണ്ട കാര്യം, ഞാൻ NCERT വായിച്ചു എന്ന് പറയുന്നിടത്ത് ആ വായിച്ചത് എത്രത്തോളം എൻ്റെ ബ്രെയിൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, എത്രത്തോളം അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത്, അത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഹെഡിങ് വരുന്ന ബുക്കുകളെടുത്ത് ഓരോ പെർ ഹെഡിങ്ങിൽ വരുന്ന ഒരു 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്തു നോക്കൂ. അത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ കോൺസെപ്റ്റിൽ എനിക്ക് എവിടെയാണ് മിസ്സിങ് വരുന്നത്, എന്താണെന്ന് അറിയാം. അത് മിസ്സിങ് വരുന്നിടത്ത് അല്ലെങ്കിൽ അവിടെ NCERTക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തൊന്ന് തിയറി വായിക്കൂ. പിന്നെ ഒന്ന് റാൻഡമായിട്ട് ഒന്ന് വായിച്ചു പോയാൽ മതി. മറ്റത് നമ്മൾ ഹെഡിങ്ങുകളും ബാക്കിയല്ല. അല്ലാതെ നമ്മൾ ഓരോ ദിവസം ഇരുന്ന് 10 പ്രാവശ്യം NCERT വായിക്കുന്നു, അല്ലെങ്കിൽ
നിങ്ങളൊരു നോവൽ വായിക്കുമ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണോ വായിക്കുന്നത് അതേ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ NCERT വായിക്കുന്നു, ഓക്കെ അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അടുത്ത ലൈനിലേക്ക് പോകുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ ഒരു സമയത്ത് ഒരു പാസീവ് റീഡിങ് ടെൻഡൻസി ഭയങ്കരമാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 ആഴ്ചയായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾ മുഴുവൻ ബയോളജിയിൽ ഞാൻ ഇത്ര പ്രാവശ്യം വായിച്ചു, ബയോളജി മാർക്ക് കുറയുന്നു എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവരോടെല്ലാം ഞാൻ ചോദിച്ചു, എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് മോനെ? അത് മിസ്സേ NCERT 5 പ്രാവശ്യം വായിച്ചുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരോടെല്ലാം ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഈ വായന എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ് NCERT വായിക്കേണ്ടെന്നോ NCERT നോക്കണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മുടെ വായന എത്രത്തോളം ബെനിഫിഷ്യലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജ് ഒന്ന് വായിച്ചിട്ട് അതിനകത്തുനിന്ന് എനിക്ക് എത്രത്തോളം കിട്ടിയെന്നൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ വായിച്ചത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് ആ ചാപ്റ്ററിൽ നിന്ന്, ആ കോൺസെപ്റ്റിൽ നിന്ന് അറിയാമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് NCERT വായിച്ചു പോവുക. പിന്നെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട് സാർ, ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, ഇക്കോസിസ്റ്റം പോലുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഫിസിയോളജി ഒക്കെ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ വായിച്ചില്ലെങ്കിലും ഇവർക്കൊരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അവർ സ്റ്റേറ്റ്മെന്റ് വന്നാലും എഴുതി പോകും. പക്ഷെ ചില ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ സ്റ്റേറ്റ്മെന്റുകൾ തന്നെ വായിച്ച് കാണാതെ പഠിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ NCERT തന്നെ വായിക്കുകയും വേണം. പക്ഷെ വായന എന്ന് പറയുന്നിടത്തും ഞാനൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഞാൻ എന്താണ് വായിച്ചതെന്ന് എൻ്റെ മനസ്സിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കണം. ഇതാ നിങ്ങളുടെ ബുദ്ധിക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരും പുറകിലോട്ടോ ആയതുകൊണ്ടല്ല, നമ്മൾ വായിക്കുന്ന ഒരു ഇപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പാസീവ് റീഡിങ്ങിനുള്ള ടെൻഡൻസി മിനിമം ആക്കി ആക്റ്റീവ് റീഡിങ്ങിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ തനിയെ ഇങ്ങനെ പേജ് മറിച്ച് വായിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും അതൊരു ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സിലേക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഏത് സമയത്താണ് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നീറ്റ് പോലൊരു എക്സാമിന് ഏതാണ്ട് 20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുമ്പം അത് നമുക്ക് നമ്മുടെ റാങ്ക് 1000-ലോട്ട് കൊണ്ടുവരണം, അല്ലെ നമ്മുടെ റാങ്ക് 5000-നകത്ത് വരണം, അല്ലെ 10,000-നകത്ത് വരണം, അല്ലെ 25,000-നകത്ത് വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഓരോ കാര്യത്തിലും നമ്മൾ എടുക്കേണ്ട ഒരു ശ്രദ്ധ, ഒരു കരുതൽ, അതിൻ്റെ സമയമാണ് ഇനി വരുന്നതെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പരീക്ഷ എഴുതുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളതിനെ അനലൈസ് ചെയ്യുന്ന കാര്യം. കാരണം ഒരു മോഡൽ എക്സാം കഴിയുമ്പം നമുക്ക് എത്ര തെറ്റുകൾ വന്നു, ഈ പറഞ്ഞതുപോലെ ഒരു 20 തെറ്റുകൾ വന്നു, ആ തെറ്റുകൾ തന്നെ ആവർത്തിക്കപ്പെടുന്നുണ്ടോ അല്ലേ? തീർച്ചയായിട്ടും ഒരേ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ തെറ്റുകൾ ആവർത്തിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിക്കുന്നുണ്ടോ? അപ്പം ആ ഓരോ കാര്യത്തിനെയും അത്രത്തോളം ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട, എന്നാൽ മാർക്കിനെ അവലോകനം ചെയ്തിട്ട് നിങ്ങളുടെ സാധ്യതകൾക്കൊന്നും ഇപ്പോൾ പറയുന്ന സമയമൊന്നും ആയിട്ടില്ല. കാരണം നമുക്ക് ആ ഒരു മെയ് 3 എന്ന് പറയുന്ന ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച് തന്നെയാണ് നീറ്റിൻ്റെ ഒരു സാധ്യതയൊക്കെ ഇരിക്കുന്നത്. അതിനെയൊക്കെ നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ കോളേജും കോഴ്സും എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കണം. കാരണം സാധ്യതകൾ ഓരോ ദിവസം കഴിയുന്തോറും ദിനം പ്രതിയാണ് സാധ്യതകൾ ഓരോ കോഴ്സിനും ഓരോ കോളേജുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ വേവലാതികളൊന്നും വേണ്ട. അത്രയധികം സാധ്യതകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിച്ചത്, അത് ഇപ്പോഴും നമ്മുടെ കൈകളിലുണ്ട്, നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് 70 ദിവസത്തിലധികം ഇനിയുമുണ്ട് നമുക്ക് നീറ്റ് എക്സാമിലോട്ട് കടന്നു ചെല്ലാനായിട്ട്. അപ്പം ഏത് ലെവലിലുള്ള എക്സാം ആണെങ്കിലും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം ആ ശ്രദ്ധ എന്ന് പറയുമ്പം അത് ആവർത്തിക്കുമ്പം, കാരണം ഈ മോഡൽ എക്സാം എഴുതുന്ന കുട്ടികളെ ഞങ്ങളത് കാണാറുണ്ട്. നമ്മൾ നീറ്റിൻ്റെ മോഡൽ എക്സാം എഴുതുമ്പോഴും നീറ്റിൻ്റെ അഡ്വാൻസ്ഡ് മോഡൽ എക്സാം എഴുതുമ്പോഴും നിങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ് എന്താണെന്നുള്ളത് ഓരോ ക്ലാസ്സിലെയും ഞങ്ങൾ നോക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ആ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്നത്? ചിലർ 1 മണിക്കൂറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം മടക്കി വെച്ചിട്ട് അവിടെ നിൽക്കുന്നത് കാണാം. കാരണം എന്നിട്ട് എനിക്ക് 250 മാർക്കാണ് സ്ഥിരമായിട്ട് കിട്ടുന്നത്. കാരണം അതിനകത്ത് ആ 180 ചോദ്യങ്ങൾക്കകത്ത് തീർച്ചയായിട്ടും 150 ചോദ്യങ്ങളെങ്കിലും അനലൈസ് ചെയ്യാൻ, എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി എല്ലാവർക്കും എന്താണെങ്കിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ എത്രയോ പരീക്ഷകൾ ഇവിടെ വന്നിട്ട് തന്നെ എഴുതി എത്ര നന്നായിട്ടാണ് പഠിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റും. പക്ഷേ ആ ഒരു സമയത്ത് അത് നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതൊന്ന് വായിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. ഇവരിപ്പോൾ പറയുന്ന വേറൊരു പരാതി, അഡ്വാൻസ് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചെഴുതും, എനിക്ക് മാർക്ക് കിട്ടും. പക്ഷേ നീറ്റ് പരീക്ഷ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സില്ലി മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം, അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരം ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ടാണ് പോകുന്നത്. എത്തുകയും ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ ഈ സില്ലി ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലർക്കും പെടപ്പാണ്. നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നേയില്ല, പകുതി വരെയാണ് വായിക്കുന്നത്. ഒരു സെന്റൻസിന്റെ പകുതി വരെ വായിച്ച് നിർത്തിയിട്ട് ഇതാണ് ഓപ്ഷൻ എന്ന് കരുതി അങ്ങ് ചെയ്യുവാണ്. ഒരാൾ വന്ന് പറഞ്ഞതാണ്, മിസ് ഞാൻ പകുതി വായിച്ചിട്ട് ചെയ്തു പോയി. അത് കഴിഞ്ഞിട്ട്
വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിച്ചപ്പോഴാണ് ബാക്കി കണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള, നിങ്ങളുടെ കയ്യിൽ വളരെ സിമ്പിളായിട്ട് കിട്ടാൻ പോകുന്ന ഒരു 4 മാർക്കിന് എനിക്ക് വേണ്ടാന്ന് കരുതി വലിച്ചെറിയുന്നത് പോലെയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. 180 ചോദ്യങ്ങൾക്കകത്ത് ഏറ്റവും കുറഞ്ഞതൊരു പകുതി മാർക്കുകളെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് റാങ്ക് കിട്ടേണ്ട, നമ്മളുടെ ഏതാണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലോട്ട് എത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്ക് അടങ്ങുന്ന ഇതുപോലത്തുള്ള വളരെ സിംപ്ലി മിസ്റ്റേക്കുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. കാരണം ഒരു ക്വസ്റ്റ്യനകത്തുള്ള എല്ലാ വേർഡുകളും നമ്മൾ കണ്ടിരിക്കണം. ആൻസറിലോട്ട് എത്താൻ പോകുന്നതിന് മുമ്പ് 4 ചോയ്സുകളും നമ്മൾ കണ്ടിരിക്കണം. ഇത് കണ്ടതിന് ശേഷം മാത്രമേ ദയവായിട്ട് നിങ്ങൾ ആൻസറിലോട്ട് എത്താവുള്ളൂ. അത് 1 സെക്കൻഡ് കൊണ്ടാണെങ്കിലും 30 സെക്കൻഡ് കൊണ്ടാണെങ്കിലും 1 മിനിറ്റ് കൊണ്ടാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ക്വസ്റ്റ്യനിലുള്ള എല്ലാ വാക്കുകളും നിങ്ങൾ കണ്ടു, ചോയ്സുകളെല്ലാം കണ്ടു, മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് ദയവായിട്ട് ആൻസറിലോട്ട് എത്താവുള്ളൂ. കാരണം അവിടെ ഒരു ഓവർ സ്പീഡിൻ്റെ, ഒരു അനാവശ്യമായ ഓവർ സ്പീഡ് 4-5 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ബാധിച്ചേക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എത്തേണ്ടിടത്ത് എത്തുന്നതിന് ഒരല്പം നമുക്കൊരു തടസ്സങ്ങളുണ്ടാക്കും. അതൊക്കെ നമുക്ക് ഈ യൂണിറ്റ് എക്സാം, കമ്പൈൻഡ് യൂണിറ്റ് എക്സാമുകൾ നമ്മളത് കറക്റ്റ് ചെയ്യണം, അല്ലേ? തീർച്ചയായിട്ടും. ഈ കമ്പൈൻഡ് യൂണിറ്റ് എക്സാം ആകുമ്പോൾ നിങ്ങളുടെ അപ്രോച്ച്, നിങ്ങൾ ഇപ്പൊ തന്നെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമുക്കൊരു 12 ചാപ്റ്ററുകളും വരുന്നുണ്ട് 3 ദിവസത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇഫേർട്ട് ഇട്ടാൽ. പിന്നെ എപ്പോഴും പറയുമ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല തന്നെ. നമുക്കൊരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഓടി ചെന്ന് എഴുതി അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കാം എന്ന് കരുതണ്ട. നിങ്ങൾ അതിനെന്തായാലും ഒരു എഫേർട്ട് വേണം. നമ്മൾ മെയ് 2-ാം തീയതി, മെയ് 3-ാം തീയതി അല്ല ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാർച്ച് 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ഒക്കെ തന്നെയാണ് നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ മെയിലോട്ട് എത്തുന്നത്. മെയ് 2-ാം തീയതി ആകുമ്പോൾ സാധാരണ നിങ്ങൾ ഇവിടെ എഴുതുന്ന ഒരു എക്സാം പോയി അത്രയും കൂളായിട്ട് വേണം എല്ലാ രീതിയിലും. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്പോൾ 90 to 80 തെറ്റും 10 to 20 നമ്മൾ ശരിയാണെങ്കിൽ ഏറ്റവും അവസാനം ആകുമ്പോൾ തിരിച്ചാണ് വേണ്ടത്. നമുക്കപ്പോൾ ശരികൾ മാത്രമേ ഉണ്ടാകാവൂ, തെറ്റുകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ തെറ്റ് വന്നാൽ ആ തെറ്റുകളിൽ നിന്നും എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട്, അത് ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, നിങ്ങളുടെ മെൻറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും എപ്പോഴും പറയും പോലെ ഒരു സിസ്റ്റം ഇവിടെ എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ട്. അവരെ അപ്രോച്ച് ചെയ്ത് ഒരു നാണക്കേടും വിചാരിക്കേണ്ട, അയ്യോ എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്ത് തോന്നും. ഞങ്ങൾ എല്ലാവരും തന്നെ, കാരണം ഇതുപോലുള്ള എത്രയോ കുട്ടികളെ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എത്രത്തോളം ഇഫേർട്ടാണ് ഇടുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ചെറിയ ചെറിയ പാളിച്ചകൾ, ഒരു പക്ഷേ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത ചെറിയ ചെറിയ പാളിച്ചകളായിരിക്കും ഒരു ചെറിയ മാർക്കിന്റെ ഒരു വ്യത്യാസം വരുത്തുന്നത്. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുക. അത് ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ആയാലും, ഇ ലേണിംഗ് ആപ്പിന്റെ സിസ്റ്റം ആയാലും, ഷോർട്ട് വീഡിയോ സെഷൻസുകളായാലും, അതുപോലെ തന്നെ മെന്ററിംഗ് സപ്പോർട്ട് ആയാലും, കോർഡിനേറ്റർ സപ്പോർട്ട് ആയാലും, എല്ലാം തന്നെ സിസ്റ്റം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇടേണ്ട എഫേർട്ടും കൂടെ ചെയ്താൽ മതി. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എപ്പോഴും പറയും പോലെ മെയ് 3 നിങ്ങളുടേത് തന്നെ ആയിരിക്കും. ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.